ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ അടുത്ത് വരുന്ന ഈ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ വേണ്ടി ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുക. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരി 1.5 കപ്പ്. പച്ചരി നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അറ്റ്ലീസ്റ്റ് 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുക. തേങ്ങ ചുരണ്ടിയത് 1 വലിയ കപ്പ്. നല്ല ജീരകം 1/4 ടീസ്പൂൺ. ചെറിയ ഉള്ളി 2 എണ്ണം. വെളുത്തുള്ളി 1 അല്ലി. അവൽ 1 ചെറിയ കപ്പ്. ഈസ്റ്റ് 1 ടീസ്പൂൺ. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അവലൊന്ന് കുതിർത്തെടുക്കണം. ഞാനിപ്പോൾ അവലൊന്ന് വാഷ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ വെച്ചിരിക്കണം. അതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട്. ഞാനിപ്പോൾ ബ്രൗൺ മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് അവലോ മട്ട അവലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ പച്ചരി വാഷ് ചെയ്ത് സോക്ക് ചെയ്തത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും 2 ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന അരിയുടെ അളവ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് ചെറുതാണെങ്കിൽ അരി ആദ്യമേ അരച്ചെടുക്കണം. അതിന് ശേഷം തേങ്ങയും അവലും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ സെപ്പറേറ്റ് അരച്ചെടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ചെറിയ അളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഇടുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുതിരാൻ വെച്ചിരുന്ന അവൽ ഈ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുന്നത് കൊണ്ട് ഇതിലോട്ട് സെപ്പറേറ്റ് പിന്നെ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. അരച്ച് വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ അവൽ ചേർക്കുന്നതുകൊണ്ട് നമുക്കിതിലോട്ട് കപ്പി കാച്ചേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഈസ്റ്റാണ്. ഞാൻ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തരിയുള്ള ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഈസ്റ്റ്. ഇതുപോലെ വളരെ ചെറിയ തരിയാണ്. അതേസമയം ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ കടുകുമണിയുടെ അത്രയും കാണും. ആ ഈസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ചേർക്കരുത്. ചെറിയ ചൂട് പാലിലോ ചൂട് വെള്ളത്തിലോ ഒരു 15 മിനിറ്റ് വെച്ച് ഒന്ന് ഫെർമെൻറ്റൈസ് ചെയ്ത ശേഷം വേണം ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കഴിയുന്നതും വെള്ളം കുറച്ചിട്ട് ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം മാവ് അരച്ചെടുക്കാനായിട്ട്. പാലപ്പത്തിന് നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ കുറച്ച് ലൂസായിരിക്കും. അതേസമയം വെള്ളയപ്പത്തിനാകുമ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് പുളിച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുള്ള സ്ഥലത്ത് അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ വളരെ പെട്ടെന്ന് മാവ് പൊളിച്ച് വരും. അതേസമയം തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ 10 മണിക്കൂറോളമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഉടനെ തന്നെ അപ്പം ചുടരുത്. ഒരു അരമണിക്കൂറെങ്കിലും വീണ്ടും ഇതിനെ മാറ്റി വെച്ചതിന് ശേഷം വേണം അപ്പം ചുടാൻ തുടങ്ങാനായിട്ട്. കാരണം നമ്മളിങ്ങനെ മിക്സ് ആക്കി കഴിയുമ്പോൾ ഈ മാവ് പുളിച്ച് പൊന്തി വന്നത് അങ്ങ് താന്നു പോകും. അപ്പോൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഹാർഡായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോൾ വീണ്ടും അത് പതഞ്ഞ് വരും. അപ്പോൾ അപ്പം ചുട്ടാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളയപ്പത്തിനുള്ള മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ കുറച്ച് തിക്കായിരിക്കണം. ഇനി നമുക്കൊരു അരമണിക്കൂറും കൂടെ ഇതിനെ മാറ്റി വെച്ചിരിക്കാം. ഞാനൊരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച ശേഷം തവി കൊണ്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തനിയെ ഇതുപോലെ റൗണ്ട് ഷേപ്പായി വന്നോളും. അതുപോലെ ആയിരിക്കണം, ആ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മൾ മാവ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റിയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് വേവിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ കുറഞ്ഞ തീയിൽ ഇതിനെ ഒരു 1 സൈഡ് മാത്രം മൊരിയിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ എനിക്ക് 2 വശവും ഒന്ന് മൊരിഞ്ഞ് വരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ജസ്റ്റ് ഈ മറിച്ചിട്ട് കൊടുത്ത ശേഷം അധിക സമയം വേണ്ട, ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഇതിനെ ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരു 1 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ അപ്പം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവ് ഉപയോഗിച്ചും അപ്പം ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ വെള്ളയപ്പം ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കറി അതുപോലെ തന്നെ സ്റ്റൂ ഇതിൻ്റെ ഒപ്പം എല്ലാം നല്ല കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഇത് മട്ടൺ സ്റ്റൂവിനൊപ്പമാണ് സെർവ് ചെയ്യുന്നത്. മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വെള്ളയപ്പത്തിൻ്റെ ടേസ്റ്റുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണിത്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്